അതായത് വിജയത്തിന് ശേഷം വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം. ഇന്ന് ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ചത്, CPIM സൂചിപ്പിച്ചത്, CPIM നേതാക്കൾ മുമ്പോട്ട് വെക്കുന്നതായ രാഷ്ട്രീയ ആശങ്കകൾ. ഈ UDFന് മേൽക്കൈ കിട്ടുന്നു, LDFന് തിരിച്ചടികൾ ഉണ്ടാകുന്നു, പക്ഷേ വോട്ട് ഷെയറിലോ അതിൻ്റെ അടിത്തറയിലോ ഒരു വിധത്തിലുമുള്ള ഭംഗം സംഭവിച്ചിട്ടില്ല എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആവർത്തിച്ച് പറയുമ്പോഴും വിജയം എന്തായാലും UDFനൊപ്പമാണല്ലോ. ആ അർത്ഥത്തിൽ എന്താണ് വിജയത്തിന് ശേഷം വി.ഡി. സതീശൻ പറഞ്ഞതെന്ന് നോക്കാം ആ വാക്കുകളിലേക്ക്. UDF എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് പോലെ എല്ലാവരും അല്ല, കുറേ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല. എന്തുകൊണ്ടാണ് വിജയിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, ഇന്നത്തെ UDF കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇതായിരുന്നു ഞങ്ങളുടെ വിജയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം. ശ്രീ M. ജയചന്ദ്രൻ, എന്താണ് ഇതിൻ്റെ മലയാളം? ഞങ്ങൾ ഒരു കൂട്ടം പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല, ഇത് കഴിഞ്ഞ ദിവസം, അതായത് വിജയത്തിന് ശേഷമുള്ള വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ്. ഇതിൽ നിരവധി പ്രത്യേകതകൾ ഉള്ളടങ്ങിയിട്ടുള്ള നിരവധി ഹൈഡായ സന്ദേശങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഉത്സുകതയിൽ ഞാൻ ഈ വാക്കുകൾ ഇപ്പോൾ കാണിച്ചത്. അതായത് ഇത് ഒരു കോൺഫെഡറേഷനാണ് എന്ന് നിങ്ങൾ കരുതരുത്. അതുമാത്രമല്ല, ഇതിൽ ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിജയിക്കുമെന്ന് തങ്ങൾ മുമ്പേ പറഞ്ഞത്. ഈ കാൽക്കുലേഷൻ എന്താണ് താങ്കളുടെ നിരീക്ഷണത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ? ഒറ്റ കാര്യമുള്ള ജിംഷാദിന്, അതിന് കൂടുതൽ സ്പെക്കുലേഷൻ്റെ ഒന്നും ആവശ്യവുമില്ല. പിന്നെ ഈ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് ഉള്ളിലിരിപ്പെന്നുള്ളത്. പിന്നെ കൂടുതൽ ഘടകകക്ഷികളെ ശരിക്കും പറഞ്ഞാൽ അതാണ്, കൂടുതൽ ഘടകകക്ഷികളെ LDFിൽ നിന്ന് UDFിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല പ്ലാൻ. അതല്ല ഉദ്ദേശം. അവരുടെ അണികൾ പിന്നെ ഇങ്ങോട്ട് പോരണം, UDFിലേക്ക് പോരണം. പച്ചയ്ക്ക് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിനെ നേരെ LDFിലേക്ക് കൊണ്ടുവരാൻ അവർ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അണികൾ തങ്ങളിലേക്ക് വരും, അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുള്ള സാഹചര്യമായി പിന്നെ പാലായിലെ ഇഷ്യൂ, ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഉദാഹരണം ഞാനത് പറഞ്ഞുള്ളൂ. പറയാൻ കാര്യം, ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകളെ പാലാ നഗരസഭയെ അധ്യക്ഷയാക്കിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതാണ് ഇന്നൊടുവിൽ ഞാൻ കേട്ടത്. വൈകുന്നേരം വാർത്തകൾ പുറത്ത് വന്നിട്ടില്ല, ഞാൻ കേട്ടതാണ്. അപ്പം ഈ അണികൾ തങ്ങൾക്ക് വേണം, പാർട്ടികളൊക്കെ അവിടെ നിന്നോട്ടെ എന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്നുള്ളത് വ്യക്തമാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ LDFന് ആ തരത്തിലുള്ള ഒരു ഈ ശോഷണം, ശരി, ഞാൻ തിരിച്ചടി ഇല്ലല്ലോ ഇപ്പോൾ. ഞാൻ തിരിച്ചെത്താം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇത് പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വിജയത്തിന് ശേഷമാണ് പറഞ്ഞതെന്ന് ആലോചിക്കണം പ്രതിപക്ഷ നേതാവ്. ഇത് നിരവധി സാമൂഹിക ഘടകങ്ങൾ ഉൾച്ചേർന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? അദ്ദേഹം കൈമാറിയത് എന്താണ്? ജാതീയമായ വേർതിരിവുകൾ, ഇത്തരത്തിൽ വർഗീയ ശക്തികളെ പാർട്ടികൾക്കതീതമായി കോർത്തിണക്കുന്ന ചില ഘടകങ്ങളുടെ പ്ലാറ്റ്ഫോമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് തെറ്റു പറയാനാകുമോ? അതുതന്നെയല്ലേ ഇന്ന് ഗോവിന്ദൻ മാഷ് CPM നേതാവ് ഇന്ന് അതേ സംബന്ധിച്ച് നിരീക്ഷിച്ചതും പറഞ്ഞതും. എന്താണ് ഈ പ്ലാറ്റ്ഫോം, സാമൂഹിക ഘടകങ്ങളുടെ പ്ലാറ്റ്ഫോം? അല്ല, സാമൂഹിക ഘടകം എന്ന് പറഞ്ഞാൽ എന്താ ജിംഷാദേ? നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ ഘടകങ്ങളും സാമൂഹിക ഘടകങ്ങളാണ്. ആ സാമൂഹിക ഘടകങ്ങളെ നമ്മൾക്ക് അഡ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അതായത് സമൂഹത്തിലുള്ള ഏത് വിഷയത്തിനെയും അഡ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് UDF എന്നാണ് പറയുന്നത്. അതിനെന്താ തെറ്റുള്ളത്? അതിൻ്റെ മലയാളത്തിൻ്റെ പ്രശ്നം എന്തായിരിക്കുന്നത്? അത് വളരെ കൃത്യമല്ലേ പറഞ്ഞത്. ഞങ്ങൾ കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ കോൺഫെഡറേഷൻ അല്ല, കേരളത്തിലെ എല്ലാ സാമൂഹ്യ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനെന്താ തെറ്റ്? ഇനി നേരത്തെ അതെ, സാമൂഹ്യ ഘടകങ്ങൾ, നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സ്,
ഈ സമൂഹത്തിനകത്തുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എലിമെന്റ്സ്, ആ എലിമെന്റ്സിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഏതൊരു മുന്നണിയുടെയും കർത്തവ്യമല്ലേ? അതേ ശ്രീ വി ഡി സതീശൻ പറഞ്ഞല്ലോ, അതിന് നിങ്ങൾ കൂട്ടി പറയണ്ട. ഇനി മിസ്റ്റർ ഗോപൻ കോൺഗ്രസിലെ സംഘടനാ സംവിധാനം അത് വർക്കിംഗ് ആവട്ടെ, ജോയിന്റ് സെക്രട്ടറി ആവട്ടെ, അത് ഞങ്ങളുടെ സൗകര്യമല്ലേ? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള സ്ഥാനം ഏതൊക്കെ വേണം, ഏതൊക്കെ പൊസിഷൻ വേണം എന്ന് തീരുമാനിച്ചാൽ പോരെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വർക്കിംഗ് പ്രസിഡന്റ് വേണോ, ജോയിന്റ് സെക്രട്ടറി വേണോ, KPC സെക്രട്ടറി വേണോ, അതൊക്കെ അവർ തീരുമാനിക്കട്ടെന്നേ. അതല്ലേ അതിൻ്റെ ഒരു ശരി. നിങ്ങൾ വെറുതെ അതിലേക്ക് പോലെ. പിന്നെ ശബരിമലയിൽ പോകണമെങ്കിൽ താടി നീട്ടണം, താടി നീട്ടാതെ പോകുന്നത് ആചാര ലംഘനമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം കുറെ കാലം തലയ്ക്ക് പിടിച്ച് കൊണ്ടു നടന്ന നിങ്ങൾക്ക് ഇതിലേക്ക് എടുത്ത് ഒരല്പം കൂടി നിങ്ങൾ ഈ ശബരിമലയിലെ ആചാരങ്ങളെ പറ്റിയും അവിടെ പോകുന്ന ആളുകളെ പറ്റിയും എന്താണ് അതിന് വേണ്ട ക്രൈറ്റീരിയ എന്നൊക്കെ ഒന്ന് പഠിക്കുക. അല്ലാതെ വളരെ ബാലിശമായിക്കൊണ്ട് VD സതീശൻ്റെ മുഖത്ത് നോക്കിയാൽ താടിയില്ല, അതുകൊണ്ട് ആചാര ലംഘനമാണ് നടത്തുന്നത് എന്നൊക്കെ ഒരു ചാനലിൽ വന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ബാലിശമാണ് ജിംഷാദെ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വെള്ളിയാഴ്ചയും വിദേശത്ത് പോയി എന്നുള്ളപ്പോൾ നിലവാരമില്ലാത്തത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇടതുമുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് കേരളത്തിൽ എല്ലുമുറിയെ പണിയെടുത്ത CPMന്റെ കേഡേഴ്സ്, ആ കേഡേഴ്സ് മത്സരിക്കുന്ന ഇലക്ഷനാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ആ കേഡേഴ്സിന് വേണ്ടി സ്റ്റാർ ക്യാമ്പയിൻ ചെയ്യുന്നതിന് പകരമായിക്കൊണ്ട് 5 കോർപ്പറേഷനുകളിൽ മാത്രമാണ് പിണറായി വിജയൻ ഇത്തവണ ക്യാമ്പയിൻ നടത്തിയത്. സാധാരണഗതിയിൽ ഓരോ സ്ഥലത്ത്, ഇനി ഞാൻ നിലമ്പൂരിലുള്ള സമയത്ത് എനിക്കറിയാം, ഓരോ ഇടത്തും ഓരോ ദിവസവും വ്യത്യസ്തമായ ചെറിയ പരിപാടികൾക്ക് പോലും പങ്കെടുത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ പീക്ക് ടൈമിൽ വിദേശത്തേക്ക് പോയി എന്നുള്ളത് എന്റെ നിലവാര തകർച്ചയല്ല. നിങ്ങൾ ഒരു ചുമതലയുള്ളപ്പോൾ ആ മുഖ്യമന്ത്രി എന്ന ചർച്ച ചെയ്യുന്നത് പോലും യഥാർത്ഥത്തിൽ അത് സ്വയം റദ്ദാകുന്നതാണ്. പ്ലീസ്, നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് ഇതേ മാൻഡേറ്റ് ഉള്ള സമയത്ത് നിലമ്പൂർ എന്ന് പറയുന്ന മലപ്പുറത്തിന്റെ മലയോര ഗ്രാമത്തിൽ ക്യാമ്പ് ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി, പാലക്കാട്ട് ബൈ ഇലക്ഷനും ഉള്ള സമയത്തും അതുപോലെ തന്നെ രണ്ടാമത്തെ ബൈ ഇലക്ഷൻ ഉള്ള സമയത്തും അവിടെ ക്യാമ്പ് ചെയ്ത, അവിടെ തൃക്കാക്കര ബൈ ഇലക്ഷൻ ഉള്ളപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത, പുതുപ്പള്ളി ബൈ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത, കാരണം അത് മുഖ്യമന്ത്രിയാണ്, ഒരു സ്ട്രാറ്റം മുകളിലുള്ള ആളുകളാണ്. ഇവിടെ മത്സരിക്കുന്നത് സാധാരണ ബ്രാഞ്ച് സെക്രട്ടറി മുതലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അജീം ഷാദെ, നമ്മൾ മണ്ണാർക്കാട് ഒരു സംഭവം കേട്ടു, അജീം ഷാദ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് തോറ്റു, നേരെ പോയി BJPയുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ മണ്ണാർക്കാട്, പാലക്കാട്ടാണ് സംഭവിച്ചത്. ഇനി നിങ്ങൾ പറഞ്ഞ ചിഹ്നം എൻ്റെ നാട്ടിൽ കോഴിക്കോട്ട് കൊടുവള്ളിയിൽ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ മത്സരിച്ച ചിഹ്നം ഏതാണെന്ന് അറിയാം? അജീം ഷാദിന് ഗ്ലാസ് ചിഹ്നം, ടെംബ്ലർ ചിഹ്നം. എന്തൊരു ഗതികേടാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കുള്ളത്. കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ നമ്മുടെ കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കുവെക്കുന്ന മാഹിക്കടുത്തുള്ള അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിലെ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് അജീം ഷാദിന് അറിയോ? 1 വോട്ട്. സ്ഥാനാർത്ഥിയുടെ വോട്ട്, പിന്തുണച്ച ആളുടെ വോട്ടില്ല. 10-ാം വാർഡിൽ കിട്ടിയ വോട്ട് 7 വോട്ട്. അവിടെ ജയിച്ച പാർട്ടി ഏതാണെന്ന് അറിയാം അജീം ഷാദെ? SDPI ആണ്. നിങ്ങൾ പഠിക്കേ. അഴിയൂർ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയുടെ അതിർത്തി പങ്കുവെക്കുന്ന കോഴിക്കോട്ടെ വടക്കൻ ഗ്രാമത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രാഞ്ച് കമ്മിറ്റികൾ, ഒരു വാർഡിനകത്ത് 2-3 ബ്രാഞ്ച് കമ്മിറ്റികളുള്ള, പാർട്ടി അംഗങ്ങളുള്ള, അനുഭാവികളുള്ള, കാൻഡിഡേറ്റ് മെമ്പർമാരുള്ള മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് 1 വോട്ട്, 7 വോട്ടാണ് 10-ാം വാർഡിൽ കിട്ടിയത്. ഒന്ന് പഠിക്കും നിങ്ങൾ. ഞങ്ങളുടെ താടി വരുന്നുണ്ടോ എന്നൊക്കെ പഠിക്കുന്നതിലാണ് നിങ്ങൾ UDFന് 3-ാം സ്ഥാനത്തേക്ക് പോയത് 1000 വോട്ടിൽ താഴെ ഉള്ളത് എന്നൊക്കെ ഉള്ളത് പഠിച്ചിരുന്നോ? 45 ഡിവിഷനുകളിൽ 15 ഡിവിഷനുകളിൽ UDFന് 1000 വോട്ട് പോലും ഇല്ല BJP വിജയിച്ചെടുത്ത്. അവിടെയൊക്കെ 2-ാം സ്ഥാനം LDF ആണ്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അത് നിജേഷ് കണ്ടില്ല അല്ലേ? ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ്. അല്ല മറുപടി വരേണ്ടത് 1000 വോട്ടിൽ കുറവാണ്. ഞങ്ങളത് പഠിക്കും, സംശയം വേണ്ട. ഞങ്ങൾ 10-ൽ നിന്ന് 19-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഞങ്ങൾ എന്തായാലും BJPയുമായിട്ട് വോട്ട് കച്ചവടത്തിലൊന്നും പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ SSK ഫണ്ട് കിട്ടണമെങ്കിൽ PMശ്രീ ഒപ്പിടണം. മിസ്റ്റർ ഗോപൻ, PMശ്രീ നിങ്ങൾ ഒപ്പിട്ടോ? നിങ്ങൾ അതിൽ ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ പിന്മാറിയോ? നിങ്ങളുടെ നിലപാടൊന്ന് പറ. നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയിൽ വന്ന് PMശ്രീക്ക് അനുകൂലമായി പറഞ്ഞു, SSK ഫണ്ടിന് വേണ്ടി പറഞ്ഞു. പിന്നീട് CPI കണ്ണുരുട്ടിയ സമയത്ത് നിങ്ങൾ പറകോട്ട് പോയി.
നിങ്ങൾ ആ ഒപ്പിടുന്നതിൽ പുറകോട്ട് പോയി. ശിവൻകുട്ടി തന്നെ പ്രഖ്യാപിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്ന് പറയുക. അജീം ഷാദ്, ഞാൻ പറഞ്ഞ ഒരു വോട്ടിന്റെ കണക്ക് CPM-ന്റെ മെമ്പർമാർ ഗ്ലാസ് ചിഹ്നത്തിൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിശ്വാസമില്ലാതെ ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥലം അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിലാണ്. ഇതൊക്കെ കേരളത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആരാണ് വർഗീയതയ്ക്ക് കൈകൊടുത്തത്? പക്ഷേ രണ്ട് കേരളത്തിൻ്റെ ഐക്കൺ, എല്ലാ കാലവും ഐക്കണായി നിൽക്കുന്ന AK ആൻ്റണിയും കരുണാകരനും, നമ്മളൊക്കെ ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കേട്ട് വരുമ്പോൾ കേൾക്കുന്ന പേരുകളാണ് കോൺഗ്രസിൽ കരുണാകരനും AK ആൻ്റണിയും. ഈ അറക്കൽ കുര്യൻ മകൻ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഇന്ന് BJP ആണ്. അത് കേവലം ഒരു കുടുംബാംഗം എന്ന നിലയിലുള്ള കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോഴാണ് അനിൽ ആൻ്റണി പോയത്. അതുപോലെ തന്നെ കരുണാകരൻ്റെ മകൾ പത്മജി, രണ്ട് ഐക്കണായ മുഖ്യമന്ത്രിമാരുടെ മക്കളെ BJP-യിലേക്ക് വിട്ടിട്ട് ഇങ്ങനെ വാചകം പറയുന്നതിനെക്കുറിച്ച് PK ഗോപൻ ചോദിച്ചു, താങ്കൾ മിണ്ടിയില്ല. നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എടുത്ത നിലപാടിനെ കുറിച്ച് PK ഗോപൻ ചോദിച്ചു, താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്നിട്ടാണ് ഒരു പ്രാദേശിക തലത്തിൽ ഏതോ ടംപ്ലർ കാര്യം പറയുന്നത്. നിജേഷ്, അജീം ഷാദേ, ഒന്ന് AK ആൻ്റണി പോയാൽ നിങ്ങൾക്ക് ചോദിക്കാം, AK ആൻ്റണിയുടെ മകൻ ഈ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയി, അല്ലെങ്കിൽ K കരുണാകരന്റെ അതങ്ങനെയല്ല. ഒരു കുടുംബാംഗം എന്ന നിലയിൽ ചോദിക്കില്ല. അനിൽ ആൻ്റണി എന്ത് ഭാരവാഹിത്വമാണ് വഹിച്ചുകൊണ്ടിരുന്നത്? നിങ്ങളുടെ മീഡിയ സെല്ലിന്റെ ഭാരവാഹിത്വം വഹിച്ചുകൊണ്ടിരുന്ന ആളല്ലേ കോൺഗ്രസിന്റെ? അതുപോലെ തന്നെ പത്മജ എത്ര തെരഞ്ഞെടുപ്പിൽ UDF-നെ പ്രതിനിധീകരിച്ചു? നിജേഷ്, അങ്ങനെ പറയരുത്, അത് മോശമാണ്. ഒരു മിനിറ്റ്, ഞങ്ങളുടെ ചോദിക്കട്ടെ. ഞങ്ങളുടെ മീഡിയ സെൽ കൺവീനർ ആയിരുന്നു സരിൻ, നിങ്ങളുടെ പാർട്ടിയിലല്ലേ ഇപ്പോൾ ഉള്ളത്? ഞങ്ങൾ അവിടെയും പറയുന്നു, അജീം ഷാദ് അവിടെ എഴുതി വെച്ചോ, അനിൽ ആന്റണി ആണെങ്കിലും പത്മജ വേണുഗോപാലാണെങ്കിലും അവർ ഇന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അവർക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ പോവട്ടെ. അനിൽ ആന്റണി പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. പത്മജ വേണുഗോപാൽ പോയതുകൊണ്ട് തൃശ്ശൂരിലെ കോർപ്പറേഷൻ ഞങ്ങൾ തിരിച്ചെടുത്തു. നാളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനിൽ ആന്റണിക്കോ പത്മജ വേണുഗോപാലിനോ കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം എന്ന് തോന്നിയാൽ അവരെ ഞങ്ങൾ അവശേഷിപ്പിക്കും. 18-ാമത്തെ വയസ്സിൽ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി മാറിയ, CPM-ന്റെ രക്തസാക്ഷികളുടെ മണ്ണായ ഒഞ്ചിയത്തുള്ള, CPM-ൽ നിന്ന് മാറിപ്പോയ സഖാവ് TP ചന്ദ്രശേഖരന് എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ വരാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല. ആ രണ്ട് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലുള്ള മധു കോളായി അടക്കം 3 പേർ, ഹനീഫ, മധു കോളായി അടക്കം 3 പേർക്ക് ഈ ഗ്രൂപ്പിസം മറന്ന് വീണ്ടും കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ആകുമെങ്കിൽ അതാവുമോ? ഇപ്പോൾ അവരെയും നിങ്ങൾക്കൊന്നില്ലേ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ കോൺഗ്രസ്സുകാർ തമ്മിൽ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടോ ഗൂഢാലോചന നടത്തിയിട്ടോ ഞങ്ങൾ ഒരു കൊലപാതകവും നടത്തില്ല. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഗൂഢാലോചന, ഇന്നും നിങ്ങൾ ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര പണിയെടുക്കുന്നുണ്ട്. എന്റെയും അജീം ഷാദിന്റെയും നീക്കത്തിൽ നിന്ന് പണമെടുത്ത് CBI അന്വേഷണത്തെ തടയാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പത്മജയാവട്ടെ അനിലാവട്ടെ അവരുടെ രാഷ്ട്രീയമാണ്. നിങ്ങളൊക്കെ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം, ആ വ്യക്തി സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവർ പോവട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് പോയാലും ആര് പോയിട്ടില്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഞങ്ങളെ പ്രസ്ഥാനത്തെ കൊണ്ടുവരുന്ന നേതാക്കന്മാരുടെ വരവും പോക്കുമൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. അതിപ്പോ സമ്പത്തിന്റെ ഏട്ടൻ പോയി, അനിയൻ പോയി, അനിരുദ്ധന്റെ മകൻ പോയി എന്നും ഞാൻ പറയില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ CPM-ന്റെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തോറ്റിട്ട് നേരെ BJP പ്രകടനത്തിലേക്ക് പോയതിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല. നടപടിയും എടുത്തില്ല. നിങ്ങൾ കേട്ടിരുന്നോ ആ വാർത്ത? അപ്പൊ അത് പ്രാദേശികമായി മാറരുത്. അതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളെ പാർട്ടി പ്രവർത്തകർക്ക് ഇന്ന് പഴയതുപോലെ ശശിതരൂരിനെതിരെ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് PK ഗോപൻ വെല്ലുവിളിച്ചു. ശശി തരൂർ പാർട്ടിക്കെതിരെ നിലപാടെടുത്താൽ, ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ നിലപാടെടുത്താൽ ഞങ്ങൾ ആവശ്യമായ നടപടികളിലേക്ക് പോകും.
അല്ലെ ഞങ്ങൾക്ക് എടുക്കേണ്ട സമയത്ത് എടുക്കും. ഇന്നലെ അദ്ദേഹം പോയില്ലല്ലോ, സവർക്കറുടെ എന്തോ വാങ്ങാൻ വേണ്ടി പോയിട്ടില്ലല്ലോ. അദ്ദേഹം പാർട്ടിക്ക് ഉള്ളിലാണെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കില്ല. പാർട്ടിക്ക് നിജേഷ് വലിയ ആശ്വാസം കാണുകയാണ്. എനിക്ക് നിജേഷ് ഒരാശ്വാസവുമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് MP ഇപ്പൊ മണിപ്പൂരിനകത്ത് ഞങ്ങളുടെ മുഖ്യമന്ത്രി കോൺഗ്രസ് നിന്ന് പോയി, ഞങ്ങൾ മണിപ്പൂർ തിരിച്ചു പിടിച്ചില്ലേ? മണിപ്പൂരിനകത്ത് 2 MP-മാരെയും കോൺഗ്രസ് തിരിച്ചു പിടിച്ചില്ലേ? അത് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേവലം വ്യക്തികളല്ല പ്രസ്ഥാനം. CPM ആണ് ഞങ്ങളെ പണ്ട് പഠിപ്പിച്ചത്. ഇന്ന് ഞങ്ങൾ തിരിച്ചു പറയും, ഏത് വ്യക്തി പോയാലും ഈ പ്രസ്ഥാനം ഇവിടെ തന്നെ കാണും.